കളിക്കളത്തിലെ അപാരമായ അച്ചടക്കം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തിയ ഇതിഹാസ താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. എന്നാൽ സ്വന്തം കാര്യത്തിൽ മാത്രമല്ല താരത്തിന്റെ കാർക്കശ്യം. കുടുംബജീവിതത്തിലും മക്കളെ വളർത്തുന്ന കാര്യത്തിലും അത്രമേൽ കർക്കശക്കാരനാണ് ക്രിസ്ത്യാനോ എന്ന് എത്ര പേർക്കറിയാം. ശതകോടികളുടെ ആസ്തി ഉണ്ടായിട്ടും തന്റെ മക്കൾ ആഡംബരത്തിന്റെ അലസതയിൽ വളരുന്നതിനോട് ക്രിസ്ത്യാനോയ്ക്ക് ഒട്ടും താല്പര്യമില്ല. ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്ന കുട്ടികളെ എങ്ങനെ വളർത്തണമെന്ന് ആശങ്കപ്പെടുന്ന ഇന്നത്തെ ഇന്ത്യൻ മാതാപിതാക്കൾക്ക് മാതൃകയാവുന്ന 7 കർശനമായ പാരന്റിംഗ് നിയമങ്ങളാണ് റൊണാൾഡോ തന്റെ വീട്ടിൽ നടപ്പാക്കിയിട്ടുള്ളത്. തന്റെ കഠിനാധ്വാനത്തിന്റെ ഫലമായി മക്കൾക്ക് ലഭിച്ച വലിയ സൗകര്യങ്ങൾ അവരെ അലസരാക്കാതിരിക്കാൻ റൊണാൾഡോ പുലർത്തുന്ന ഈ അച്ചടക്കം കായിക ലോകത്ത് തന്നെ അപൂർവമാണ്. താരം തന്നെ പല അഭിമുഖങ്ങളിലും വെളിപ്പെടുത്തിയതായും വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പലപ്പോഴും റിപ്പോർട്ട് ചെയ്തുമായ ആ കർശന പാരന്റിംഗ് ചട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി പരിശോധിക്കാം നമുക്ക്. ഒന്നാമത്തേത് സ്മാർട്ട് ഫോണുകൾക്കും ഗാഡ്ജറ്റുകൾക്കും വിലക്ക്. ഇന്നത്തെ കാലത്ത് കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മൊബൈൽ ഫോൺ അഡിക്ഷനാണ്. എന്നാൽ റൊണാൾഡോയുടെ വീട്ടിൽ കുട്ടികൾക്ക് ഫോൺ ഉപയോഗിക്കാൻ കർശന വിലക്കുണ്ട്. തന്റെ മൂത്ത മകനായ ക്രിസ്ത്യാനോ ജൂനിയറിന് 14 വയസ്സായിട്ടും സ്വന്തമായി ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി നൽകാൻ റൊണാൾഡോ തയ്യാറായിരുന്നില്ല. പലതവണ മകൻ ഫോണിനെ നിർബന്ധിച്ചപ്പോഴും റൊണാൾഡോ നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു: നിനക്ക് എന്നെ വിളിക്കണമെന്നുണ്ടെങ്കിൽ തന്റെ മുത്തശ്ശിയുടെ ഫോൺ ഉപയോഗിക്കാം. സാങ്കേതിക വിദ്യയെ നമ്മൾ ഉപയോഗിക്കണം, അല്ലാതെ സാങ്കേതിക വിദ്യ നമ്മളെ ഉപയോഗിക്കാൻ അനുവദിക്കരുത്. കുട്ടികളുടെ ഡിജിറ്റൽ ഡിറ്റോക്സിഫിക്കേഷന് പ്രാധാന്യം നൽകുന്ന ഈ രീതി ഓരോ ഇന്ത്യൻ മാതാപിതാക്കൾക്കും നിർബന്ധമായി മാതൃകയാക്കേണ്ടതാണ്. രണ്ടാമത്തേത് ജങ്ക് ഫുഡും കാർബണേറ്റ് പാനീയങ്ങളും വീട്ടിൽ കയറ്റില്ല. ഫിറ്റ്നസിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത റൊണാൾഡോ തന്റെ കുട്ടികളുടെ ഭക്ഷണ രീതിയിലും അത് കണിശമായി പിന്തുടരുന്നു. കൊക്കക്കോളയോ ചിപ്സോ പിസ്സയോ ഒന്നും റൊണാൾഡോയുടെ വീട്ടിൽ അനുവദിക്കില്ല. ഒരിക്കൽ ദുബായിൽ നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിൽ റൊണാൾഡോ തന്റെ മകനെ കുറിച്ച് പരസ്യമായി അതൃപ്തി പ്രകടിപ്പിച്ചത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിങ്ങനെയായിരുന്നു: അവൻ ചിലപ്പോൾ കൊക്കക്കോളയും ഫാന്റയും കുടിക്കുന്നത് എന്നെ ദേഷ്യം പിടിപ്പിക്കാറുണ്ട്. അവൻ ചിപ്സ് കഴിക്കുമ്പോഴും എനിക്ക് കടുത്ത ദേഷ്യം വരും. അവൻ ഫിറ്റ് ആയിരിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. സസ്യഭക്ഷണങ്ങൾക്കും പഴവർഗ്ഗങ്ങൾക്കും പ്രകൃതിദത്തമായ പ്രോട്ടീനുകൾക്കും മാത്രമാണ് റൊണാൾഡോയുടെ ഡൈനിങ് ടേബിളിൽ സ്ഥാനം. മൂന്നാമത് കഠിനമായ ശാരീരിക വ്യായാമങ്ങൾ നിർബന്ധം. വെറുതെ ഇരുന്ന് സമയം കളയാൻ റൊണാൾഡോ തന്റെ മക്കളെ അനുവദിക്കാറില്ല. ദിവസവും കൃത്യമായ ശാരീരിക വ്യായാമങ്ങളിൽ ഏർപ്പെടാൻ കുട്ടികൾ ബാധ്യസ്ഥരാണ്. നീന്തൽ, ഓട്ടം, ജിം പരിശീലനം എന്നിവ കുട്ടികളുടെ ദിനചര്യയുടെ ഭാഗമാണ്. മകൻ ക്രിസ്ത്യാനോ ജൂനിയർ നിലവിൽ അൽ നാസർ അക്കാദമിയിൽ ഫുട്ബോൾ പരിശീലിക്കുന്നുണ്ട്. പരിശീലനത്തിന് ശേഷം ഐസ് ബാത്ത് എടുക്കാൻ റൊണാൾഡോ മകനെ നിർബന്ധിക്കാറുണ്ട്. ശാരീരിക ക്ഷമത കുട്ടിക്കാലം മുതൽക്കേ ശീലമാക്കുന്നത് വഴി കുട്ടികളിൽ അച്ചടക്കവും കഠിനാധ്വാന മനോഭാവം വളരുമെന്ന് റൊണാൾഡോ വിശ്വസിക്കുന്നു. നാലാമത്തേത് പണം വെറുതെ കിട്ടുന്നതല്ല, കഠിനാധ്വാനത്തിലൂടെ നേടേണ്ടതാണ്. തന്റെ മക്കൾക്ക് വലിയ ആഡംബര കാറുകളും മികച്ച വീടുകളും സാഹചര്യങ്ങളും ലഭിക്കുന്നത് തന്റെ കഠിനാധ്വാനം കൊണ്ടാണെന്ന് റൊണാൾഡോ മക്കൾ നിരന്തരം ഓർമ്മിപ്പിക്കാറുണ്ട്. ഒരിക്കൽ താൻ ചെറുപ്പത്തിൽ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ലിസ്ബണിലെ പഴയ ചെറിയ വാടക മുറിയിലേക്ക് റൊണാൾഡോ തന്റെ മൂത്ത മകനെ കൂട്ടിക്കൊണ്ടുപോയി. ആ മുറി കണ്ടപ്പോൾ മകൻ അത്ഭുതത്തോടെ ചോദിച്ചു: അച്ഛൻ ശരിക്കും ഈ ചെറിയ മുറിയിലാണോ ജീവിച്ചിരുന്നത്? ഈ സംഭവത്തെക്കുറിച്ച് റൊണാൾഡോ പറഞ്ഞത് ഇങ്ങനെയാണ്: എല്ലാം വളരെ എളുപ്പത്തിൽ ആകാശത്ത് നിന്ന് പൊട്ടിവീഴുന്നതാണെന്ന് ഇന്നത്തെ കുട്ടികൾ കരുതുന്നത്. മികച്ച വീടുകളും കാറുകളും വസ്ത്രങ്ങളും വെറുതെ കിട്ടുന്നതല്ല, അതിനു പിന്നിൽ കഠിനാധ്വാനമുണ്ടെന്ന് എന്റെ മക്കൾ തിരിച്ചറിയണം. അഞ്ചാമത്തേത് കടുത്ത അച്ചടക്കവും ഉറക്ക സമയക്രമവും. റൊണാൾഡോയുടെ വീട്ടിൽ ഉറക്കത്തിനും വിശ്രമത്തിനും കൃത്യമായ സമയമുണ്ട്. രാത്രി വൈകിയിരുന്ന് TV കാണാനോ ഫോൺ ഉപയോഗിക്കാനോ കുട്ടികൾക്ക് അനുവാദമില്ല. റൊണാൾഡോ തന്റെ കരയിൽ കൃത്യമായ ഉറക്ക സമയക്രമം പാലിക്കുന്നത് പോലെ മക്കളും അത് പിന്തുടരണമെന്ന് നിർബന്ധമുണ്ട്. കൃത്യസമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യുന്നത് കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ഉത്തേജിപ്പിക്കുമെന്നാണ് ഈ പോർച്ചുഗീസ് ഇതിഹാസത്തിന്റെ നിലപാട്. ആറാമത്തത് വിദ്യാഭ്യാസത്തിനും മര്യാദകൾക്കും മുൻഗണന. ഫിറ്റ്നസും ഫുട്ബോളും ഉണ്ടെങ്കിലും മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ റൊണാൾഡോയെയും പങ്കാളി ജോർജിന റോഡ്രിഗസും ഒട്ടും വിട്ടുവീഴ്ച ചെയ്യാറില്ല. ലോകത്തെ ഏറ്റവും മികച്ച സ്കൂളിലാണ് കുട്ടികൾ പഠിക്കുന്നത്. ഇതിനൊപ്പം ഗ്രൗണ്ടിലും പുറത്തും മികച്ച പെരുമാറ്റ മര്യാദകൾ സൂക്ഷിക്കണമെന്ന് കുട്ടികൾക്ക് കർശന നിർദ്ദേശമുണ്ട്. മറ്റുള്ളവരുടെ ബഹുമാനത്തോടെ സംസാരിക്കാനും എളിമയോടെ പെരുമാറാനും കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കുന്നു. അവസാനത്തത് ഒഴിക്കഴിവുകൾ സ്ഥാനമില്ല. എനിക്കിന്ന് വയ്യ, എനിക്കിന്ന് വ്യായാമം ചെയ്യാൻ മടിയാണ് തുടങ്ങിയ യാതൊരുവിധ ഒഴിക്കഴിവുകൾക്കും റൊണാൾഡോയുടെ വീട്ടിൽ ചെലവാകില്ല. കൊടുക്കുന്ന ജോലികൾ അല്ലെങ്കിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ കുട്ടി കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കണം. പ്രതിസന്ധികളെയും മടിയെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്ന മാനസിക കരുത്ത് കുട്ടിക്കാലം മുതൽക്കേ വളർത്തിയെടുക്കണമെന്നാണ് റൊണാൾഡോ ഈ നിയമത്തിലൂടെ ശ്രമിക്കുന്നത്. ഇന്ത്യൻ മാതാപിതാക്കൾക്ക് ഇത് വലിയൊരു പാഠമാകും. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് കുട്ടികളെ അച്ചടക്കത്തോടെ വളർത്താൻ ബുദ്ധിമുട്ടുന്ന ഇന്ത്യൻ മാതാപിതാക്കൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ പാരന്റിംഗ് ശൈലി വലിയൊരു മാതൃകയാണ്. പണവും ആഡംബരവും എത്രയുണ്ടായാലും ജീവിതത്തിൽ വിജയത്തിലെത്താൻ അച്ചടക്കവും കഠിനാധ്വാനവും ആരോഗ്യകരമായ ശീലങ്ങളും മാത്രമാണ് സഹായിക്കുകയെന്ന് തന്റെ മക്കളെ പഠിപ്പിക്കുന്നതിലൂടെ റൊണാൾഡോ ഒരു മികച്ച പിതാവ് കൂടിയാണെന്ന് തെളിയിക്കുകയാണ്.